ഉപ്പുപൊടി കയ്യിലിട്ടതിന് ശേഷം വെളിച്ചെണ്ണ തന്നെ വേണം. അത് കുറച്ച് ആ ഉപ്പിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ നല്ലോണം ഇതേപോലെ ഒന്ന് തിരുമ്മി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബാഡ് സ്മെല്ല് പോയിട്ട് നല്ലൊരു മണമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. ഇപ്പോൾ മീനോ ഇറച്ചിയൊക്കെ മുറിച്ച സ്മെല്ലൊക്കെ പോകണമെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ റവയാണേ. അപ്പോൾ റവയൊക്കെ കുറച്ച് ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേനും അതിനകത്ത് പുഴുവൊക്കെ ഉണ്ടാകാറുണ്ട് കട്ട പിടിച്ചിട്ട് പുഴു ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെല്ലാം പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പുപൊടി നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു സ്വല്പം മാത്രം മതി. കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് റവയൊന്നും ചീത്തയാവാതെ എപ്പോഴും ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളിതുപോലെ കൊച്ചുള്ളി മേടിച്ച് ഇടുമ്പോഴത്തേനും അതിനകത്ത് കെട്ടുപോകാറുണ്ടല്ലേ, ചീഞ്ഞു പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു സ്വല്പം ഉപ്പുപൊടി ഇതേപോലെ വിതറിയതിന് ശേഷം ഒന്ന് നിരത്തി വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതിനകത്തൊന്ന് പുഴുവൊന്നും ഉണ്ടാകത്തില്ല. ഒരെണ്ണം തന്നെ അഴുകിയാൽ അതിനകത്ത് പുഴുവൊക്കെ ആയിട്ട് മൊത്തത്തിൽ അത് കെട്ടുപോകാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ അടിയിൽ ഒരു കട്ടിയുള്ള പേപ്പറും കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളിക്കൊട്ടയിൽ നമുക്ക് കട്ടിയുള്ള പേപ്പറും കൂടി ഇട്ടിട്ട് ഉള്ളി ഇട്ട് കൊടുക്കുക. അടുത്ത ടിപ്പിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഏതെണ്ണയായാലും നമ്മൾ തോനെയൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് ഉപയോഗിക്കാതിരിക്കുമ്പം കനച്ചൊക്കെ പോകുമല്ലോ. അപ്പോൾ അങ്ങനെയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്വല്പം ഉപ്പ് പൊടി ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ആ ഉപ്പ് അതിനകത്തോട്ട് പതുക്കെ അല്ലെങ്കിൽ ഇറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ ആ എണ്ണ ഒരു കനച്ച ഒരു സ്മെല്ലൊന്നും ഇല്ലാതെ നമ്മൾ ഉപയോഗിക്കാതെ കുറച്ച് ദിവസം മാറ്റി വെച്ചാൽ പോലും അത് കനച്ച് പോകാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ എണ്ണ നമുക്ക് കിട്ടും. ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാര ഇതേപോലെ ഒരുപാട് പഞ്ചസാരയൊക്കെ മേടിച്ച് വെക്കുന്ന സമയത്ത് അത് കട്ട പിടിച്ചിട്ട് അലിഞ്ഞു പോകാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഒരു സ്വല്പം ഉപ്പുപൊടി അതിൻ്റെ മുകളിലിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ പഞ്ചസാര ഒട്ടും കട്ട പിടിക്കാതെ എപ്പോഴും നല്ല ഫ്രഷായിട്ട് തന്നെ പഞ്ചസാര നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ബൗളെടുക്കുക. ഇനി അതിനകത്തോട്ട് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാവേ. ഇപ്പോൾ ബൗളല്ല, ഏതെങ്കിലും ഒരു ടിന്നാണേലും മതി. അപ്പം നമ്മുടെ കത്രിയൊക്കെ മുറിച്ച് പോയ കത്രിയൊക്കെ ഉണ്ടെങ്കിൽ, അതേപോലെ നൈൽ കട്ടർ ഉണ്ടെങ്കിൽ നമുക്കിത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഉപ്പിനകത്ത്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര തുരുമ്പിച്ച മൂർച്ചയില്ലാത്ത കത്രികയാണെങ്കിലും നമുക്ക് തുണിയൊക്കെ നല്ല രീതിയിൽ മുറിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഉപ്പ് കൊണ്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നൈൽ കട്ടർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നൈൽ കട്ടർ നമുക്ക് നല്ലോണം നാം വെട്ടിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ.